എന്താ കരേ എന്താ കാര്യമാറ്റേ വെക്കലാടാ ഷൂ എടുക്കരുത് എന്താ ദേഷ്യം പിച്ചെന്നെ മിക്കുട്ടാ ഇല്ല ഇല്ല മിക്കുട്ടാ കൊടേനും വെച്ചേ മിക്കുട്ടാ മിക്കുട്ടാ മിണ്ടോ വിളിച്ചേ സീരിയസ് ആയി നിൽക്കുന്നു എടുക്കേറ്റ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ പോവുകയാണ് അല്ലേ? മിന്നുൻ്റെ അമ്മായിൻ്റെ മോളെ കല്യാണമാണ്. അല്ല അല്ലേ? അതിനല്ല എടുത്തേക്കാ. അതെ, ഡോക്ടറെ അടുത്ത് പോവുകയാണ്. അപ്പോൾ എമിയാവ് ഇവിടെ ഉണ്ട്. എമിയ വെക്കാൻ ഇങ്ങനെ എന്താടാ ഇനി എടുത്ത് നടക്കണോ ഫുള്ള്? ആ ആ നമ്മൾ കീക്കി പോവാ. ആ ആ പോവാ പോവാ. ഞങ്ങളിതാ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഞങ്ങളിതാ പോവുകയാണ്. എനിക്കൊരു സങ്കടം പറയാനുള്ളത്, മിന്നോ ഞാനൊരു കുളിക്കുന്ന വീഡിയോ ഇട്ടീനല്ലോ. എല്ലാരും വിളിക്കുന്നവരല്ല ഇഞ്ച കുളി കണ്ടീനു കേട്ടോ. ഇതെന്താ ഞാനെന്താ ഉടുത്തോം കഴിച്ചിട്ട് കുളിക്കുന്നതായിട്ടെ. അതൊരു എൻജോയ്മെന്റ് അല്ലേ? അതൊരു കുളത്തിൽ ഇങ്ങനെ കിടന്നിട്ട് നിങ്ങളുടെ സ്ട്രെസ്സൊക്കെ റിലീസ് ചെയ്യുന്നൊക്കെ പറഞ്ഞൊരു പോസിറ്റീവ് അല്ലേ? ഇഞ്ച കുളിഞ്ഞാള് കണ്ടീനോ നല്ലുള്ള ഒരു ടോണ്. പക്ഷേ ഞാൻ എന്തോ അങ്ങായിപ്പോയി. ഇനി മേലാറി ഈറ്റാ സാധനം ഇടുവല്ലേ നിങ്ങളല്ലേ? എന്തെന്നാ ഇതില്ലേ ഹംസേൻ്റെ കുളി കണ്ട് എന്നല്ല ആൾക്കാർ പറയുമ്പോൾ എന്തെന്നാ ഇത് നിങ്ങളിപ്പോ വല്ലാത്തൊരിതായി പോയിട്ടോ. അത് കുട എടുത്തേക്ക് മോളെ. ഇനി മേലാൽ ഞാൻ കുളിക്കുന്ന ഇടുകയല്ല. ഇങ്ങനെ ഉണ്ടോ? ഞാൻ കുളിക്കൊന്നുമില്ല ഇനി. അതാ ഇപ്പൊ തീരുമാനിച്ചേ. ഇല്ലേ അമ്മിക്കുട്ടാ? ആപ്പി ഇങ്ങനെ തന്നെ കുളിക്കണ്ടാലോ അല്ലേ? അമ്മിക്കുട്ടിന്റെ അഭിപ്രായം എന്താ? ഉച്ചനോ? ടാറ്റതാ ടാറ്റ തന്നോളെ. ആ ഹായ് ഗൈസ് എന്ന് പറയേ. ഞങ്ങളെ വീഡിയോ എല്ലാവരും കാണണേന്ന് പറ അമ്മിക്കുട്ടാ. പഞ്ഞോലെ അമ്മിക്കുട്ട എന്നെ ചാച്ചു എന്നാ ഗൈസ് വിളിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞേനു. വാപ്പി ഉപ്പാന്നൊന്നും ഇല്ല, ചാച്ചു എന്നാ വിളിക്കുന്നത്. എന്താ അമ്മിക്കുട്ടാ വേണ്ടേ? അത് വേണ്ടേ? ഇപ്പൊ എന്നാലും ഞങ്ങള് പോയിട്ട് വരുന്നു. ഞങ്ങള് ഒന്ന് ഡോക്ടറെ അടുത്ത് പോവാണ്. ഓക്കെ. എമിക്കുട്ട എന്നെ ഹോട്ടലിൽ നിന്ന് വെള്ളച്ചായ കുടിക്കാനെന്ന് ഭയങ്കര ആഗ്രഹം ഇല്ലേ എമിക്കുട്ട? ഹോട്ടലിലെത്തിയാലും മാമു എന്ന് പറഞ്ഞാലും ഞങ്ങളിവിടെ റാഹത്ത് കാര്യതാണ് അരിക്കുനി. എമിക്കുട്ട എനിക്ക് വെള്ള ചായ വേണോ? വെള്ള ചായ വേണ്ടേ? ഹോട്ടലിൽ നിന്ന് കുടിക്കണമെന്ന്. പിന്നെ ഹോട്ടലിലത്തെ ചായനോടൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ? നമ്മളെന്തെങ്കിലും തിന്നുന്നില്ലെങ്കിൽ പാർസൽ കവറിലാക്കിയിട്ടാണ് കൊടുക്കല് തിന്നണ്ടീട്ട്. എൻ്റെ മാമു മാനോ ഗ്ലാസ് ഒന്നും എടുക്കല്ലേ? അതല്ല ഗ്ലാസ് ഒന്നും എടുക്കല്ലേ. എമിക്കുറ്റാ മാമാമ തിന്നത് ഉമ്മാമനോട് പറയണ്ടേ കേട്ടോ. ഇവിടെ കിട്ടുന്നുണ്ടേ കിട്ടിക്കോട്ടെ. എമിക്കുറ്റാ ഓറ്റ 4 ചായ കുച്ചിനു ഞാൻ ഹോട്ടലിൽ കാരനെന്ന് പറഞ്ഞിട്ട് കാര്യക്കുന്നൊന്നും ഭയണ്ടേ കേട്ടോ. പറഞ്ഞിട്ട് കുറച്ചും പറയൂ ചാച്ചു പറഞ്ഞേക്കുന്നു മാമാമ തിന്നീനും പക്ഷേ പറയും എനിക്ക് അളവ് പറഞ്ഞു കൊടുക്കൊന്നുമല്ല, അറിയാനായില്ലല്ലോ. അപ്പോൾ ഗൈസ് ഞങ്ങൾ പോകുന്നത് എവിടെയാന്ന് വെച്ചാൽ കണ്ണ് കാണിക്കാനുണ്ട് എല്ലാവരും. മിന്നുവിൻ്റെ കാണിക്കണം, വാവേൻ്റെ കാണിക്കണം, റമീസിനെയും കൂട്ടും അവൻ്റെയും കാണിക്കണം, എൻ്റെതും കാണിക്കാനുണ്ട്. എൻ്റെ ഇടങ്കണ്ണിനൊരു തുടിപ്പ്. ഞാൻ ആദ്യം വിചാരിച്ചു ഇടങ്കണ്ണ് തുടിച്ചാൽ പൈസ കിട്ടുമെന്നാറ്റേനല്ലോ. എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു ശരിക്കാ. അപ്പോൾ പിന്നെയാണ് തിരിഞ്ഞത് അത് പൈസ കിട്ടാനല്ല, അതുള്ള പൈസയും കൂടി കയ്യിൽ നിന്ന് അങ്ങ് പോകാനുള്ളതാണ്. അതുകൊണ്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മളെ പുത്തലത്തൈ ഹോസ്പിറ്റലിലെ പാർക്കിങ്ങിനായിരുന്നു വലിയ പ്രശ്നം. ഇപ്പോൾ പാർക്കിങ് വന്നതാ പിക്കപ്പ് ചെയ്യാൻ ഇവരുടെ ഇന്നോവ കാറും ഉണ്ട് കേട്ടോ. നമ്മളിവിടെ വണ്ടി വെക്കുക, വല്ല വണ്ടി പോവുക. നൈസല്ലേ? ഇന്ത്യ നീ ലിഫ്റ്റിൽ ആദ്യമായിട്ട് കാരണ പോലെ ഇന്ത്യ ടാറ്റൊക്കെ പയ്യനെ കിട്ടാ. അല്ലോ ഇതെന്താ പരിപാടി? എന്താ കൊച്ചു എടുക്കൂല? വേറെ പോവാ?
നേരം ഇപ്പൊ അതേപോലെ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. പിന്നെ ആകെയുള്ളത് അങ്ങനെ ഞരമ്പില് അന്നുള്ള അതേപോലെ തന്നെയാണ് ഉള്ളത്. അങ്ങനെ കൂടുതല് ഒന്നും. എങ്ങനെയുണ്ട് എനിക്കെന്താ തോന്നുന്നത്? ആ ആ ആ അത് ശരി. ഓ അപ്പൊ ഇനിയിപ്പം കേട്ടാ ഓനെ കാണും പോലെ നല്ല അവൻ ഓൺലൈൻ ബിസിനസ്സും സ്വന്തമായിട്ട് ആപ്പെല്ലാം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ഗവൺമെന്റ് ജോലി വാങ്ങിക്കണോ? കിട്ടും. ബിസിനസ് മാൻ ആണ്. ബിസിനസ് തന്നെ, വെബ്സൈറ്റ് കാര്യങ്ങൾ ഓൺലൈൻ സെയിലൊക്കെ ഉണ്ട്. അടിപൊളി. അവൻ തന്നെ പിന്നെ ബോംബെയിലൊക്കെ ഉള്ള ബയർമാരായിട്ട് സംസാരിച്ചിട്ട് പ്രൊഡക്റ്റ് ഇവിടെ നാട്ടിലെത്തിക്കുന്നത് ആള് കാണുമ്പോ. കിച്ചൺ ഐറ്റാ പിന്നെന്താ ആണോ? അത് ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കും. ഗെയിം ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആണോ? ഗെയിമിന്റെ ആപ്പ്. ഞാൻ പറയാ നമ്മള് കണ്ട് പഠിക്കേണ്ടതാണ്. അവന്റെ സ്പിരിറ്റ് ശരിക്കും കുട്ടികൾ കണ്ട് പഠിക്കേണ്ടതാണ് അല്ലേ? ഒരു കാഴ്ച ബുദ്ധിമുട്ടാന്ന് കാണണ്ടോനിപ്പോ. അതെ, ഓനെ കൊണ്ട് ഒരു ശതമാനം പോലും ടെൻഷൻ അടിക്കണ്ട. ഇപ്പം നിന്റെ മുഖത്തും ചിരിയുണ്ട്, ഉമ്മേന്റെ മുഖത്തും ഉണ്ട്. പണ്ട് നിങ്ങൾ വരുമ്പോ അതെ ഒരു 10 കൊല്ലം 12 കൊല്ലം പേര് എല്ലാരും കരഞ്ഞിരിക്കുക ചെയ്യാ. ഇന്ന് ഇതാക്കിയത് കൊണ്ടാണല്ലോ ഒരു മാറ്റം വന്നത്. അല്ലെങ്കിൽ അന്ന് കരഞ്ഞിരിക്കലായിരുന്നല്ലോ കല്യാണത്തിന് മുമ്പേ. ഇവിടെ വരുമ്പോ അങ്ങനെ കാഴ്ച കുറഞ്ഞ് ഇല്ലടോ. പിന്നെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഇവൻ വന്നപ്പോ അത് കംപ്ലീറ്റ് മാറി. ലോകം എന്താന്ന് അറിഞ്ഞു അല്ലേ? കാണുന്നതല്ല മനസ്സിൻ്റെതും വേറൊരു ലോകമുണ്ട്. ഉൾക്കാഴ്ച കിട്ടി അല്ലേ? അല്ലേ? മനസ്സിലായില്ലേ? ഇന്നർ സൈറ്റ് അത് കിട്ടി. അത് കിട്ടിയപ്പം പിന്നെ ബാക്കി എല്ലാം റെഡിയായി. ഒരു മരുവാനും വന്നു അല്ലേ? അതൊരു വലിയ കാര്യല്ലേ? ഇതില്ല, അത് വേണ്ട, അത് വേണ്ട. ഇതെടുത്ത ഇങ്ങോട്ട് ഇതാ. ആ സുന്ദരം കണ്ണാണല്ലോ. എന്തായാലും ഒന്ന് തുള്ളിമരുന്ന് വെച്ചിട്ട് ഞരമ്പൊന്ന് നോക്കണം. എന്നിട്ട് പറയാം. ഭക്ഷണമൊന്നും കഴിക്കല്ലേ? ഭക്ഷണമൊന്നും കൊടുക്കല്ലേ? ആ കോഴിയെല്ലാം കൊടുക്കുക കേട്ടോ. കുറച്ച് വെള്ളം കഴിച്ചിട്ടില്ല. വളം തന്നു എന്നിട്ട് മോന കഴിച്ച. അപ്പോൾ ഗൈസ് അതൊരു നല്ല പരിപാടി. എന്തായാലും പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് കേട്ടോ. ആ ഇന്നോവയിൽ നമ്മളിവിടെ ഇറക്കി ഇവിടുന്ന് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്ത്. ഇതാണ് പാർക്കിങ്. മെയിൻ സിറ്റിയിൽ പിന്നെ വേറെ പാർക്കിംഗ് കിട്ടാനുള്ള വഴിയില്ലല്ലോ പുത്തലത്ത്. അപ്പോൾ എല്ലാവരെയും കാണിച്ച്. എൻ്റെ ഈ കണ്ണിന് ഭയങ്കര പടക്കലേന്. ഞാൻ വിചാരിച്ച് കണ്ണിൻ്റെ പടക്കൽ പൈസ എന്താ കിട്ടുവാനായിരിക്കുമെന്ന്. കുറേ ദിവസം കാത്തു നോക്കി. എല്ലാവരും പറയുന്നത് കണ്ണ് പടച്ചാൽ നല്ലോണം എന്താ കിട്ടുമെന്ന്. അപ്പം കുറേ കാത്തു നോക്കി. ഒരു 5 പൈസ ഇങ്ങോട്ട് കിട്ടുന്നില്ല, എല്ലാം അങ്ങോട്ട് പോലെ തന്നെ. അപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ പടക്കൽ പൈസ കിട്ടുവാനുള്ള പടക്കലല്ല. അങ്ങനെയാണ് ഡോക്ടറെ അടുത്ത് വന്നത് കേട്ടോ. അല്ലേ മീസേ? പണ്ടുള്ളവരും അറിയില്ല കണ്ണ് പടച്ചാൽ എന്തെങ്കിലും കിട്ടുമെന്ന്. ഇതൊന്നും കിട്ടുന്നുമില്ല. അപ്പം അങ്ങനെ ഒന്ന് വന്നു നോക്കിയാണ് കേട്ടോ. അപ്പോൾ ഡോക്ടറെ കാണിച്ച് എല്ലാവരെയും കുടുംബസമേതം കാണിച്ച്. റമീസിനെയും എമിയാവേനെയും മിന്നുവിനെ എന്നെ എല്ലാവരും കാണിച്ച്. ഏതാ? അപ്പോൾ എമിയാവേൻ്റെ എന്ന് പറഞ്ഞാൽ കാണിക്കുക പറഞ്ഞാൽ ജസ്റ്റ് ഒരു ചെക്കപ്പ് പോലെയാ. ഓനിക്ക് അങ്ങനെ പ്രശ്നമൊന്നും ഇല്ല. കാഴ്ചപരമായ ബുദ്ധിമുട്ട് കാര്യമൊന്നും എമിയാവക്ക് ഇല്ല. അവന് റെറ്റിന് അങ്ങനത്തെ വിഷയമൊന്നും ഇല്ല. എമിക്കുറ്റാ എമിക്കുറ്റ അങ്ങനെ എമിക്കുറ്റന്നെ ഇല്ല. ഇവിടെ വെള്ളച്ചായൊന്നും ഇല്ല. ഇന്ത്യ അമ്പടാ. ഇന്ന് റമീസിന്റെ ചെലവാ ഗൈസ്. അപ്പോൾ ഞങ്ങളിവിടെ പിന്നെ ആ പ്രശ്നമല്ല, ഇന്ന് റമീസിന്റെ ചെലവിന് വന്നതാണ്. ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള വിഭവങ്ങളാണ്. അറേബ്യൻ ഡിഷാണ് ഇന്ന് റമീസിന്. ഇവിടെ പിന്നെ കൊഞ്ചൻ മന്തി അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി പിടിക്കാനും
നയിക്കുന്നേ എന്നാ വേണ്ടേ മിക്കുട്ട ഇന്റെ ഇപ്പൊ പോവാ മിക്കുട്ടൻ്റെ പരിപാടി ഉണ്ടോ ഇങ്ങനെ മുറിച്ച് കീറി ഇവിടെ ഇടുക മിക്കവാറും വരുമ്പോഴെ കൊണ്ട് അടിച്ചു വരിപ്പിക്കും കേട്ടോ അടിച്ചു വരിയിട്ട് പോയാൽ മതിയോ ഇനി അടിച്ചു വരിക്കും കേട്ടോ മിക്കുട്ട മാറില്ല ഇനി അയച്ചു അതിൻ്റെ ഒരു ഇപ്പോൾ ഗൈസ് മന്തി വിത്ത് ബ്രോസ്റ്റ് അതാണ് കേട്ടോ വാവേനെ അവരെ എടുത്ത് കൊടുത്തി കേട്ടോ അല്ലേ ഓലെടുത്ത് തന്നെ ഒരു ഉപകാരമാണ് വേഗം കഴിച്ചോ. ഇതുപോലെ പെൺകുട്ടികൾ വെയിറ്റർമാരുള്ള ഹോട്ടലിൽ പോയുള്ള ഗുണം ഇതാ പിന്നോ എന്താ അല്ല അതിന് അങ്ങനെ ഒരു നോട്ടം ഡാമീസ മതി മക്കൾ എണീച്ചൂടെ ഒരു എല്ലും കൊണ്ട് ഇങ്ങനെ ഇരിക്കല്ല എന്താ ഒരു എല്ലും ഒക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുക അയ്യ പോണ്ടേ നീ സഹിച്ച ബട്ടൺ ഇപ്പം പൊട്ടുമല്ലോ നോക്ക് പിന്നെ അതിന് ഇനി വെറുതെ വിട്ടേ ആരെ വീട്ടിൽ വന്ന് ഇങ്ങനെ ഒന്ന് കിടക്കുക എന്ന് പറയുന്നത് വേറൊരു സുഖം തന്നെയാണ് കേട്ടോ ഇല്ലേ മിക്കുട്ടാ നമ്മളവിടെ അങ്ങനെ തന്നെ അല്ലേ ഓരോ പ്രാവശ്യം തിരിയോ നമുക്ക് അങ്ങനത്തെ ഒന്നും വാങ്ങാം അല്ലോ അപ്പൊ കൈസ് എന്നാ പിന്നെ ആയിക്കോട്ടെ ഞാൻ തിന്നെല്ലാം കഴിഞ്ഞല്ലോ ഉറങ്ങുക ഇനിയത്തെ വീഡിയോ കാണാം ബൈ എമിക്കൂട്ടാ ഇത് എന്റെ കച്ചിനെ